പശുവിനെ കുറച്ചാണ്ട് വാങ്ങിയാലോ? കൂടെ വരുന്നുണ്ട്. ഇതെന്ത് കൊണ്ടുവന്നു? കോപ്റ്ററിന്റെ അണ്ടർവെയർ തോടണ്ടല്ലോ. വ്യൂസ് ആണ് നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പട്ടി പോണ കഴിച്ച് ഇവിടെ പട്ടികൾ കുറച്ച് കൂടുതലാട്ടാ. സോ നമ്മളിവിടെ മാത്രം വെള്ളം ഉണ്ടാവും എപ്പോഴും. വേറെ എവിടെ ഉണ്ടല്ലോ, കൊച്ചിയിലെവിടെ വെള്ളം ഉണ്ടാവും, പക്ഷെ ഇവിടെ ഉണ്ടാവും. അപ്പം ഇന്ന് നമ്മൾ ഇതിലേതെങ്കിലും ഒരു കാർ എടുത്തിട്ട് വേറൊരു അടിപൊളി പരിപാടി പോകും. കാരണം എന്താ വെച്ചാൽ കണ്ടില്ലേ, ചെറിയൊരു ഇരുട്ടുണ്ട്, എന്നാൽ മഴ പെയ്തിട്ടുമില്ല, വെളിച്ചമില്ല, അങ്ങനത്തെ ഒരു സാധനം, ഒരു ക്ലൗഡി എന്നൊക്കെ പറയാം. അപ്പം ഇന്ന് നമ്മളെല്ലാം അടിപൊളി 2 കാറ് റൈഡ് ചെയ്യുമ്പോൾ ഈ ചളിയിലൂടെയും എന്താ പറയുക വെള്ളത്തിലൂടെ ഒക്കെ ഉള്ളൊരു സെറ്റപ്പ് സാധനമാട്ടോ ചെയ്യുമ്പോൾ. ഇവിടുത്തെ കാട് കൂടിക്കൂടി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങിയാലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ ഈ ഒരു തീമിലേക്ക്. കണ്ടില്ലേ, ഭയങ്കര എസ്തറ്റിക് ഫീൽ ഇല്ല ഈ സാധനം കാണാൻ. ഇവിടെ എന്റെ കൂടെ കാറ്റ് കൊടുക്ക്. അപ്പൊ ക്ലൈമറ്റ് ഒന്ന് സെറ്റ് അല്ലേ പുറത്തു പോകാനല്ലേ? നല്ല കിണ്ണം കച്ച് കാറുകളായി. അവന്റെ അവിടെ നല്ല ലാൻഡ്സ്കേപ്പ് ഉണ്ട്, വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പൊ അങ്ങോട്ടാണ് പോണത്. വന്ന് ആള് ഭയങ്കര ഒരു മൂകതലാണ്, രാവിലെ തന്നെ പോണുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മള് ബലേനോട്ട് എടുത്തത്, അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടും. ഇപ്പൊ മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് ഇതായിരിക്കും ബെറ്റർ. ഇതിപ്പോ ഞാൻ പോകുന്നത് കോപ്റ്ററിന്റെ അടുത്താ കേട്ടോ. അവന്റെ കയ്യിൽ കിട്ടിക്കാച്ചി 2 കാസ് എത്തിയിട്ടുണ്ട്. എന്താ അറിയോ, നീ കോപ്റ്റർ എടുത്ത് അവൻ നിന്നെ തച്ച് കൊല്ലു. അവൻ നിനക്കെന്തോ പണി വിളാനുണ്ട്. നമ്മളങ്ങനെ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നു. കോപ്റ്റർ പോയി ചായ കുടിക്കുന്നു. നല്ല ക്ലൈമറ്റിലുള്ള ചായ. ഞങ്ങൾക്ക് 2 ചായ പോരാടാ, വാങ്ങി തരേ. ഒരു ചായ മതി. പൈസക്കാരൻ കോപ്റ്റർ. ചായ പറഞ്ഞാൽ പിന്നെ പരിപ്പടം മസ്റ്റ് ആണല്ലോ, പരിപ്പടിയും പറയാം. ഗൈസ് അങ്ങനെ ഇവിടുന്ന് ചായ കുടിച്ച് ഇനി നേരെ നമുക്ക് കാറ് ഓടിക്കുമ്പോൾ അവന്റെ താറ് ഓടുന്നുണ്ട് കേട്ടോ. അപ്പം അതെടുത്തിട്ട് അതിലുണ്ടാവും മിക്കവാറും കാറ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എങ്ങോട്ടായിട്ട് പോണത്? നല്ല ഉഴുന്നുവട. എന്റെ പരിപ്പടയുടെ പകുതി നീയല്ലോ കഴിച്ച. ഉഴുന്നുവടേന്റെ പകുതി ഞാൻ കഴിക്കുക. താഹത്താവട്ടെ. വാ, നിനക്ക് എന്നോടൊന്ന് ദേഷ്യമുള്ള പോലെ. ദേഷ്യമുള്ള എല്ലാ പരിപാടിയും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എവിടെ ചെന്നാലും കോപ്റ്ററിന് ഫാൻസ് ആട്ടെ. എന്റെ അളിയാ, ഇതെങ്ങനെ ജീവിക്കുന്നു കോപ്റ്ററെ? അവനില്ലടെ MG കോട്ടേഴ്സ് ഇല്ലേ, അവിടെ നമ്മൾ ഫോളോ ചെയ്ത് വന്നതാ ഫോട്ടോ എടുക്കാൻ. അവൻ വണ്ടി നിർത്തണ്ട, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് നിർത്താണ്ട് ഇവിടെ വരെ പോകുന്നതാ. ഞാൻ ഇവിടെ വന്നപ്പോ വെയിലാണല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ നല്ല ഈ ജന്തു കൊണ്ടുവന്നിട്ട് ഫോണ്. ഞാൻ പേടിച്ചു, എന്റെ പാന്റിന്റെ ഉള്ളിൽ കൂടെ വീകാണ് വിചാരിച്ചിട്ട്. അറ്റ്ലീസ്റ്റ് എന്നോട് പറയണോടാ ഇടുന്നുണ്ടെങ്കിൽ, അല്ലെ ഞാൻ അറിയാം. എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നൈസ്. ഇവന്റെ താറ് കൊറേ ഞാൻ ഓടിക്കണം വിചാരിക്കണേ. കോപ്റ്ററെ ഇറങ്ങി ഞാൻ ഓടിക്കട്ടെ. എന്താടാ നിനക്ക് ഞാൻ വണ്ടി പോയിട്ട് നിനക്ക് എന്താടാ എന്നോട് ഇപ്പോഴും ദേഷ്യ? അവൻ എന്നോട് ദേഷ്യം തോന്നുന്നു, അവനെ പറ്റിച്ചതിന്റെ കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ അവൻ അറിയാണ്ട് വണ്ടി ഓടിക്കും. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, പെട്ടെന്ന്. കോപ്റ്ററിന്റെ അണ്ടർവെയർ തോടണ്ടല്ലോ. നീ കഴിഞ്ഞ പ്രാവശ്യം എന്റെ വേറെ ലാസ്റ്റ് കേസ്. സോ നമ്മൾ ഇവിടെ നിന്നാണ് വണ്ടി ഉരുട്ടി കളിക്കാൻ പോകുന്നത്. സോറി ഗൈസ്, ഇവൻ പറ്റിച്ച്. ഞങ്ങളോട് കുറെ തള്ളി, മറ്റേ വണ്ടിന്റെ മറ്റേ വണ്ടി അവിടെ. നീയും ഒരു വലിയ പറ്റിക്കൽ കഴിഞ്ഞല്ലേ. എടാ, ഞാൻ ഒരു വട്ടം നിന്നെ പറ്റിച്ച്, അത് തീർന്ന്. ഒരു വട്ടം പറ്റിച്ചതിന് ഇവൻ ഇങ്ങനെ ഇടക്കിടക്ക് പറ്റിക്കണ. ഇവനൊരു ഏതോ പാട്ട വണ്ടിയാന്ന് തോന്നിട്ട്. പാട്ട വണ്ടിയോ? 10-25,000 രൂപയുടെ വണ്ടി, അവന് പാട്ട വണ്ടി. നോക്കാം, നമുക്ക് ഓടിച്ചു നോക്കാം. ഗൈസ്, അപ്പൊ ഇതാണ് കാർ. ഇതിന്റെ പേരൊന്ന് പറയടാ. ഇത് ക്രോസ് ആർ റീമോ എക്സ്പോ എന്ന് വെച്ചാ ഇതിന്റെ ബാക്കിൽ ലോഡ് കയറ്റാൻ ഇവിടെ ചെറിയ ലോഡൊക്കെ വെക്കാം. അത്യാവശ്യം നല്ല നീളമുണ്ടല്ലോ. ഇത് വേറെ ലൈറ്റ് ഉണ്ടോ? മറ്റേ കാരണമാര്. ഇതാണ് സീൻ. കുറച്ചുകൂടി നൈറ്റ് വൈബ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് കാണായിരുന്നില്ലേ ലൈറ്റൊക്കെ. എടുത്തിട്ട് ഓടിക്കാം. ഇതാണ് ഗൈസ് റിമോട്ട്. ഇതാണ് നമ്മളുടെ വണ്ടി. ആൻഡ് യെസ്, ഞാനിത് മറ്റേ ലെൻസിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം, എന്നാൽ മാത്രമേ ഫീൽ കിട്ടും. ഇതിൽ ഭയങ്കര ചെറുതായി തോന്നും. ഇതിന്റെ എൻജിൻ സൗണ്ട് പൊളിയാട്ടാ.
അധികം ആൾക്കാർ ആൾക്കാരും എടുത്തിട്ടൊന്നുമില്ല. ആൾക്കാരെല്ലാം ചെറിയ ചെറിയ മോഡൽ. ഇത് കുറച്ച് പതിയെ എടുത്ത് നന്നായിരിക്കും. അത് മറികട വേണ്ടി കിട്ടുന്നുണ്ടോ? മൊത്തം കുറച്ച് നേരത്തെ പരിപാടിയൊക്കെ കയറിട്ടി കുറച്ച് നേരം ഓടിച്ചപ്പോൾ ഒരു സമാധാനം, ശാന്തി. ഓക്കെ, എങ്ങനെ വരും അതാ നോക്കണ, വരാൻ പാടാ. അവിടെ ഓടിച്ച് കളിക്കുക ഗൈസ്. നല്ല റോഡ് ഗൈസ്, പ്രകൃതി രമണീയമായ സ്ഥലം. ഞാൻ വീണ്ടും വൈഡ് ആംഗിളിലേക്ക് ഇട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ മറ്റേ കിട്ടിയല്ലോ. ഓഹ് അടിപൊളി മോനെ, നല്ല ക്ലൈമറ്റ്. എടാ ചീറ്റല്ലേട്ടെ, എന്നാ അങ്ങോട്ട് വരട്ടെ. ഏസ് അവൻ എന്നെ ചീറ്റും വെള്ളം. സോ ഞാൻ ഈ അപ്പൂപ്പൻ്റെ ബാക്കിൽ നടക്കുക. അപ്പം അവൻ ചീറ്റില്ല. നടക്കൂല മോനെ, നടക്കൂല. വൈറലായി. അതായത് ഇവനൊരു വീഡിയോ ചെയ്തപ്പം അറൗണ്ട് 60 മില്യൺ, എത്ര വ്യൂസാടാ? 70 മില്യൺ വ്യൂസാണ് ഇൻസ്റ്റാഗ്രാമിൽ. ഓ, അത് ഇങ്ങനെയൊക്കെ എടുത്ത ഷോർട്സിലാട്ടോ. അടിപൊളി സാധനം കിട്ടും. അതൊന്ന് കാണിച്ചാൽ എടുത്ത സാധനം അതെ. ഓ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഐഫോണിലേക്ക് കിട്ടുള്ളൂ. മറ്റേ ഓവർ ഡീറ്റെയിൽ ആവും ക്യാമറ അല്ലേ. പോട്ടെ. പശു നോക്കുന്നുണ്ട്. ആ കൂടെ വരുന്നുണ്ട് സാലി. എല്ലാ റോട്ടും കയറി കോപ്പ് കൂടെ വരുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുപോവാ. ദേ പുറകെ വരുന്നു സാലി. കൂടെ വരുന്നുണ്ട് സാലി. ഇതെന്ത് കൂടെ? ലൈനായിട്ട് കോപ്റ്ററെ കൂടെ വരുന്നു. എടാ ഇത് കൂടെ വരുന്നടാ, ഞാൻ വിളിച്ചില്ല സീരിയസ്ലി. പശു പോയോ സാലി? പശു പോയി. പശുവിന് ഇവിടെ പുല്ലില്ലാന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. പശു പോയി. ഇവിടെ പുല്ലുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ നമുക്ക് കോപ്റ്ററിന്റെ കാറിൽ എടുത്തിട്ട് പോകേണ്ടി വരുമായിരുന്നു പശുവിനെ. എവിടെ കൊണ്ടൊക്കെ വളർത്തിയ കുറെ പാല് കിട്ടും. പശുവിനെ എവിടെ കൊണ്ടൊക്കെ ഞാൻ ആലോചിക്കാം, നമുക്ക് പശുവിനെ കുറച്ചാണ്ട് വാങ്ങിയാലോ. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി കെട്ടാ, പാല് ഇട്ട് പാല് നമുക്ക് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കി കൂടെ? അത് എന്റെ തലയിലാവാനല്ലേ? വേണ്ട, ഒരു പോത്തുണ്ടല്ലോ ഒന്നില്ലേ. ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. അപ്പത്തേക്ക് ഇടക്കണം നമ്മളെ മച്ചാൻ ഇവനെ പ്രാങ്ക് ചെയ്യുന്നു. പക്ഷെ എനിക്ക് പിട്ടിയടാ, എനിക്ക് മനസ്സിലായി. ഫാൻസ് ഗൈസ്. ബെന്റെ ഒരു ബെൻസ് അത് ഇടിച്ചു ചെയ്തായിരുന്നല്ലോ. മോഡൽ തന്നെയാണ് നമ്പർ പ്ലേറ്റ് ആയിട്ട് എടുത്തേക്കുന്നത്. ആണല്ലേ? കാർ പ്രാന്തന് നടക്കും, എനിക്ക് പൈസക്കാർക്ക് നടക്കും, നമുക്ക് നടക്കൂല. വണ്ടി പ്രാന്താടാ പൈസക്കാരെന്ന് പറയുന്നത്. പൈസ ഇല്ലെങ്കിലും വണ്ടി പ്രാന്തന്മാരുണ്ടല്ലോ. അതെ, നീ എത്ര ലക്ഷം ഉണ്ടാക്കണ്ട പെർ മന്ത്? പൈസ ഇല്ലെങ്കിലും വണ്ടിക്ക് ഒരു കുറവുണ്ടാവരുത്. വണ്ടി പ്രാന്തന്മാരങ്ങനെ. എങ്ങനെയുണ്ടായിരുന്നു പ്രാങ്ക്? പക്ഷെ കോപ്റ്റർ വീട്ടിലെത്തിയോ? പറഞ്ഞോണ്ട് വരായിരുന്നു. ഒന്ന് ഇറങ്ങിയ ഇറങ്ങി കൊച്ചി രാജാവിന് വരുന്നത് കണ്ടപ്പോ മാസ് പുറത്തു കൂടെ ഒക്കെ തുറക്കുന്നത്. സോ ബാഡ് ഗൈസ്. അപ്പം നമ്മ വീട്ടിലെത്തി അവരെ ചെറിയ ടീയും കാര്യങ്ങളും കുടിച്ച് ആൻഡ് വി ആർ പാക്കിംഗ്. ലുക്ക് അറ്റ് ദീസ്. നമ്മൾ വീണ്ടും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത്. കാരണം എന്താന്ന് ബേബി പറയോ? We are going for a weekend getaway. ട്രിപ്പ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു getaway. നമ്മളൊരു 3 daysന് വേണ്ടി 3 night ആണ് ആക്ച്വലി. നമ്മള് അവിടെ നല്ലൊരു കൂൾ അപ്പാർട്ട്മെന്റ് എടുത്തുന്നത്, നല്ലൊരു എസ്തറ്റിക് ഫീൽ. ഇപ്പൊ ഈ ഫോട്ടോയിൽ എങ്ങനെയാണ്, അവിടെ എത്തിയാലും എന്താന്ന് നമുക്ക് കണ്ടറിയാം. ആക്ച്വലി ഇത് ഇവളുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ, ഐ മീൻ നമ്മളുടെ ഫ്രണ്ട്സ് അല്ല. ആക്ച്വലി നമ്മൾ കുറെ നാൾ മുന്നേ ഒരു 3-4 വർഷമായിട്ട് നമ്മളൊരു ഗ്യാങ് ആയിട്ട് നടന്നതാണ്. ഇപ്പൊ ഇവൻ നമ്മുടെ കല്യാണത്തിന് പോലും അവർക്ക് വരാൻ പറ്റിയില്ല, കാരണം അവർ അബ്രോഡ് ആണ്. ഇപ്പൊ 2 പേരും നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ
ഞങ്ങളെല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തു. എപ്പോഴും നമ്മളെപ്പോഴും മെയിൻലി ഉണ്ടായിരുന്നത് കൊച്ചി തന്നെയാണ്. അപ്പൊ കൊച്ചി മടുത്തു. ഞങ്ങളും കൊച്ചിയിലാണ്, അവരാദ്യം കൊച്ചിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് കൊച്ചി മടുത്തു. അപ്പൊ നമ്മൾ വേറെ ലൊക്കേഷൻ. അപ്പം ബാക്കി പരിപാടികൾ പോണതും അവിടെ എത്തുന്നതും ചെക്ക് ഇൻ ചെയ്യുന്നതൊക്കെ നാളെ കാണാം. സോ ഇന്നത്തേക്ക് ബൈ. ഓക്കെ, ഇനി ഇപ്പൊ ഞങ്ങളെ ബസ് 9:45 അതൊക്കെ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ഫുൾ ട്രിപ്പ്. ബൈ.